Down comes the rain, falling on a thirsty garden. Drink little trees, for around you the ground is hardened. കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ, കേരളത്തിന്റെ സ്വന്തം, കേരളത്തിന്റെ ഐഡന്റിറ്റി ആയ ആലപ്പുഴയിലാണ് നമ്മളുള്ളത്. ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ബീച്ചും ബോട്ട് റേസും എല്ലാം ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ആലപ്പുഴയുടെ സിഗ്നേച്ചർ ഐറ്റമാണ് കയർ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. യെസ്, കൊയർ പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൊയർ കാർപ്പറ്റ്സ് എങ്ങനെയാണ് കുറച്ച് വലിയ സ്കെയിലിൽ ഉണ്ടാക്കുന്നതെന്നാണ്. Down comes the rain, falling on a thirsty garden. സന്തോഷയുടെ ക്യാമറ ഡൗൺ. Drink little trees, for around you the ground is hardened. ഈ കണ്ടത് എന്താണെന്നറിയാമല്ലോ, ഇത് കൊയർ കാർപ്പറ്റ് ആണ്. നമ്മുടെ കേരളത്തിൻ്റെ സിഗ്നേച്ചർ ഐറ്റമാണ് കൊയർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പൂനിയിൽ കൊയർ ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ഈ കൊയർ കാർപ്പറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. ഇത് എങ്ങനെ പൂനിയിൽ കൊയർ ഇൻഡസ്ട്രീസിന്റെ ഓണർ ആയിട്ടുള്ള മനു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. പുള്ളിയാണ് അപ്പോൾ നമ്മളോട് ഇന്ന് ഇതിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. ഹലോ. ഹായ്. നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പം എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് കൊയർ എന്ന് പറയുന്നത്. കൊയർ എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കൊയർ എന്ന് പറയുന്നത്. ഇത് ബേസിക് കൊയർ ഫൈബർ, അതായത് ആൾക്കാർ വേസ്റ്റായിട്ട് കരുതിക്കൊണ്ടിരുന്ന ഫൈബറിൽ നിന്നാണ് ഈ യാൺ നമ്മൾ ഉണ്ടാക്കുന്നത്. യാൺ നമ്മൾ കളർ ചെയ്തിട്ട് ബോബിൻസ് ആക്കും. ബോബിൻസ് നമ്മുടെ മെഷീനിൽ ലോഡ് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള ഫുൾ 100% നാച്ചുറൽ ആയിട്ടുള്ള മാറ്റിങ്സ്, ഫ്ലോർ ഫർണിഷിംഗ് ഉപയോഗിക്കുന്ന മാറ്റിങ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് നമ്മൾ ബേസിക് ഫൈബർ ആണ് നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ ഉള്ളത്. ഫൈബർ നമ്മൾ യാണാക്കി മാറ്റുക സ്പിന്നിങ് യൂണിറ്റിൽ. സ്പിന്നിങ് യൂണിറ്റ് ഇവിടെ അല്ല, നമുക്ക് വേറൊരു ഏരിയയിലോട്ട് പോകണം. നമ്മൾ ഇവിടെ തന്നെ, അതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നത്? കേരളത്തിലെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. കൂടുതലും തമിഴ്നാടാണ് നമ്മൾ റിലൈ ചെയ്യുന്ന ഒരു വെൻഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കേരളത്തിൽ നിന്നുണ്ട്. 30% ആണ് കേരളത്തിന്റെ പ്രൊക്യൂർമെന്റ്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? കാര്യം നമ്മുടേതായ സിഗ്നേച്ചർ ഐറ്റം നമ്മൾ എന്താ റോ മെറ്റീരിയൽ പുറത്തുനിന്ന് റിസോഴ്സ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ സോഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പുകളെല്ലാം കേരളത്തിൽ തമിഴ്നാടിനകത്ത് വ്യത്യാസമാണ്. ഒന്ന്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കേരളത്തിനേക്കാളും ഫാർ കുറവാണ് തമിഴ്നാട്. പിന്നെ ലാൻഡ് കോസ്റ്റ് ആണെങ്കിലും തമിഴ്നാട് കുറവാണ്. ഗവൺമെന്റ് സപ്പോർട്ട് എങ്ങനെ പോയാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സും കേരളത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വലിയൊരു ഫാർ ഡിഫറൻസ് ഉണ്ട്. അത് വലിയൊരു വ്യത്യാസം. കാരണം അവർ ഓരോ ഏരിയയും ഓരോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പഴയകാല ഇൻഡസ്ട്രി ആയതുകൊണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സൽ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൊയർ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് പെർസിസ്റ്റ്. എല്ലാ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്? അതെ തീർച്ചയായിട്ടും. ഭാവിയിൽ ഇത് എക്സ്റ്റിൻഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? എക്സ്റ്റിൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഗവൺമെന്റ് പോളിസീസ് അനുസരിച്ചാണ്. ഗവൺമെന്റ് ഇപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഹോം ഗ്രൗണ്ട് ഗുഡ്സിന് പ്രയോറിറ്റി കൊടുക്കാതെ ഇമ്പോർട്ടഡ് ഗുഡ്സിനും, അതായത് റീറ്റെയിലേഴ്സിനും ഒക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് റീറ്റെയിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ ഫാർ ഫ്യൂച്ചർ ഇല്ലാതെ തന്നെ ഇത് ചിലപ്പോൾ എക്സ്റ്റൻഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റേ ഓഫ് ഹോപ്പ്. അത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ഇതിന് ഇതിൻ്റേതായ ഒരു മാർക്കറ്റുണ്ട്. കാർബൺ ഫുട് പ്രിന്റ് ഏറ്റവും കുറവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് എപ്പോഴും ഭാവിയുണ്ട്. ഇന്ത്യയിലല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യയിൽ എപ്പോഴും ഇതിന് ഡിമാൻഡ് ഉണ്ടാവും. മാറ്റിങ്ങിൻ്റെ ബേസിക് റോ മെറ്റീരിയൽ യാൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ഫൈബറാണ് ഇതിൻ്റെ. ഈ യാൺ ഉണ്ടാക്കുന്നതിനും താഴെ ഒരു റോ മെറ്റീരിയൽ ഉണ്ട്. അതായത് നമ്മുടെ ഫൈബർ, കൊയർ ഫൈബർ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ചകിരി, തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ചകിരി.
ആ ചകിരി വരുന്നത് 90% തമിഴ്നാട്ടിൽ നിന്നാണ്. ചകിരി നമ്മൾ 35 kg പാക്കേജുകളായിട്ട് ബെയിൽ എന്ന് പറയും, പാക്കേജുകളായിട്ട് വന്നിട്ട് നമ്മുടെ പല പ്രോസസ്സുണ്ട്. സോർട്ടിംഗ് ഉണ്ട്, ഡീഫൈബറിംഗ് ഉണ്ട്, പിന്നെ ഫീഡിങ്ങേ ഉള്ളൂ. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യാണായിട്ട് വരുന്ന പരിപാടിയാണ്. ഇനിഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫൈബർ നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ സോർട്ടിംഗ് മെഷീനിലിടുക, പിന്നെ അത് ഡീഫൈബർ ചെയ്യുക, അതായത് ഇതിനെ വെടിവെക്കുക അതിൻ്റെ. പിന്നെ ഏറ്റവും ന്യൂ ടെക്നോളജിയാണ് ഇത്. ഫുള്ളി ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനാണ്. ഫീഡറിൽ ഫൈബർ വൺസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് യാണായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റിക്ക് ആൾക്കാർ, ലേബറിൻ്റെ എണ്ണം കുറവാണ്, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. ഫൈബർ ബെയിലാണ്. ഫൈബർ ബെയിൽ നമ്മുടെ തേങ്ങയുടെ തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ഫൈബർ, ചകിരി, അത് ബെയിൽ ചെയ്ത് 35 kg 30 kg ബെയിൽസ് ആയിട്ട് സോർട്ട് ചെയ്ത് പിന്നെ മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു. അതായത് നീളം കൂടിയത് നീളം കുറഞ്ഞത്, തീരെ നീളം കുറഞ്ഞത് താഴേക്ക് അരിച്ച് മാറും. നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ തേയിലയൊക്കെ അരിക്കുന്ന ഒരു പ്രോസസ്സ് പോലെ. വേസ്റ്റേജ് കളഞ്ഞിട്ടുള്ള ഫൈൻ ഫൈബറാണ് നമ്മൾ ഫീഡറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വിടർത്തിക്കുന്നതാണ്. ഫീഡറിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കണം. യാണെല്ലാം കൂടെ ഒന്നിനു മേളിൽ ഒന്നായിട്ട് കംപ്രസ്സായി കിടന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അപ്പോൾ അത് വിടർത്തിക്കാൻ വേണ്ടിയാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ മെഷീനിലേക്ക് ഫീഡറിലേക്ക് നേരെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ആ ഫീഡർ അതാണ്. ഞാൻ ഗ്രേഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റൗട്ടറിൽ കൂടെ കയറി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മാറ്റിങ്ങിനും മാറ്റ്സിനുള്ള യാൺ, കൊയർ യാൺ, അത് റണ്ണേജ് അനുസരിച്ച് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് റണ്ണേജ് ഒക്കെ മാറുന്നത്. പണ്ട് ഇതൊക്കെ വളരെ ഹെക്റ്റിക്കായിട്ട് വന്ന ജോബുകളാണ്. തൊണ്ട് വെള്ളത്തിലിട്ട് ചീയിച്ച് വലിയ കമ്പെടുത്ത് അടിച്ച് അതിൻ്റെ തോടിൽ നിന്ന് ചകിരി വെടിവെച്ച് പിന്നെ അത് നമ്മൾ വിടർത്തി എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ പിരിച്ചെടുക്കുന്ന പ്രോസസ്സായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് പോയി. ഇത് നമ്മുടെ ഫൈബർ സ്പിൻ ചെയ്ത് വരുന്ന ബേസിക് റോ മെറ്റീരിയലാണ് കാർപ്പറ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള. ഈ ആണെന്ന് പറയും. ഇത് നമ്മൾ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുമ്പം ബേസിക് ആയിട്ടുള്ള 2 ടൈപ്പ് യാണുകൾ, വെഫ്റ്റ്, വാർപ്പ്. ഈ വാർപ്പ് യാണുകളാണിത്. അത് നമുക്ക് കളർ ചെയ്തിട്ടാണ് പല ഡിസൈനിലുള്ള മാറ്റിങ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട നാച്ചുറൽ കളർ ചെയ്തിട്ടുള്ളതാണ്, ബ്ലാക്ക് ആയിട്ടുള്ളതും അതിന്റെ പിന്നിൽ കാണുന്ന റെഡ് ആയിട്ടുള്ള യാണുകൾ. അത് നാച്ചുറൽ കളേഴ്സ് ആണോ അതോ കെമിക്കൽ ഡൈസ് ആണോ? കെമിക്കൽ ഡൈസ് ആണ്. ഈ 2 കളറും ആണ് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നത്. അല്ലാതെ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പോസിബിൾ ആണ്? ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 6-7 കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള പ്രിവെയിലിംഗ് ഓർഡേഴ്സിന്റെ കളേഴ്സ് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൂടുതലുള്ളത്. നമ്മൾ അവിടെ വെച്ച് കണ്ട വാർപ്പയാണ്, അല്ലെങ്കിൽ പാവിഴ എന്ന് പറയും. പാവിഴ ആദ്യം നമ്മൾ ബോബിനാക്കി മാറ്റണം. ബോബിൻസ് എന്ന് പറഞ്ഞാൽ ഇത് കയറിങ്ങനെ സ്പൂളിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീനിൽ കൂടെ ചുറ്റിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതെ.
ഒരു പാവിന് ഒരു പാ പുറത്തേക്ക്, അതായത് മാറ്റിങ് പുറത്തോട്ട് വരാൻ അതിന് പാവഴയും വേണം, കുറുക്കഴയും വേണം. ഇത് പാവഴ ചുറ്റുന്ന സ്ഥലമാണ്. അപ്പുറത്ത് കുറുക്കഴ ചുറ്റുന്നത്, അതായത് കോപ്സ് വൈൻഡിങ് എന്ന് പറയും. അതാണ് കോപ്സ് വൈൻഡിങ്. മെഷീനിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ആവശ്യാനുസരണം മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് മാറ്റിങ് ആയിട്ട് വരുന്നത്. അതെ അതെ, ഉണ്ട്. ഇതിന് കുറച്ച് വണ്ണക്കുറവായിരിക്കും, നേർത്തതാണ്. മറ്റേത് ഇത്തിരിയും കൂടെ വണ്ണമുള്ളതായിരിക്കും. അതിനെ നമ്മൾ റണ്ണേജ് എന്ന് പറയും. അത് ഒരു കിലോ എടുത്ത് എന്തൊരു നീളം കിട്ടുന്നതനുസരിച്ചാണ് നമ്മളത് ലോഡ് ചെയ്യുന്നത്. അത് ഒരു സ്പെസിഫിക്കേഷനാണ്, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ഫാദറാണ് ഇത് ഫാക്ടറിയുടെ സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത്. ലൂമ് ഇതല്ലായിരുന്നു ഇതിൻ്റെ മുൻ വേർഷനൊക്കെ. ഇതിൻ്റെ വേർഷനെ കുറിച്ചുള്ള നെയ്ത്തിൻ്റെ പല വശങ്ങളൊക്കെ ഫാദറിനാണ് കറക്റ്റായിട്ട് അറിയുന്നത്. ഫാദർ ബാക്കി കാര്യങ്ങൾ സാറാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അത് ഞാൻ എത്ര വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 79. ആദ്യകാലത്തെന്ന് പറഞ്ഞാൽ തടിത്തറകളായിരുന്നു. തടി കൊണ്ട് ലൂം ഉണ്ടാക്കിയായിരുന്നു. ഇരുമ്പെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാറില്ലായിരുന്നു, തടി മാത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഇരുമ്പിൻ്റെ അംശമുള്ളായിരുന്നു ഈ ഒരു കണ്ണി, പഴയ മോഡലുള്ള കമ്പി പിരിച്ചെടുക്കുന്ന കണ്ണികളെ ആ കണ്ണിക്കകത്തുമായിരുന്നു കയർ ഓടിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാർ ചവിട്ടി, കാലുകൾ കൊണ്ട് ചവിട്ടി വേണം ചട്ടം പൊക്കിക്കൊണ്ടിരുന്നത്. അന്ന് 4 ചട്ടം പൊക്കണമെങ്കിൽ 4 കുറ്റി ഉണ്ടാവും. ആ 4 കുറ്റിയേരി മാറി മാറി ചവിട്ടി വേണം. അത് 1 2 3 4 പിന്നെയും 1 2 3 4 എന്നുള്ള രീതിയിൽ കുറ്റികളെ ചവിട്ടി ചട്ടം പൊക്കിയാണ് ചെയ്തത്. ആ കാലഘട്ടം കഴിഞ്ഞ് അത് നെയ്യാനായിട്ട് പിന്നെ ക്വാളിറ്റിയിലും അന്ന് മോശമായിരിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ട് മെക്കനൈസേഷൻ ആ കാലഘട്ടത്തിൽ തന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ മെക്കനൈസേഷൻ നടന്നു കഴിഞ്ഞതാണ്. എന്നാൽ നമ്മുടെ ആ കാലഘട്ടത്തെ സാഹചര്യം ഗവൺമെൻറ്, രാഷ്ട്രീയ പാർട്ടികളും മെക്കനൈസേഷന് എതിരായിരുന്നു അന്നത്തെ കാലത്ത്. ഇവിടെ എൻ്റെ അറിവിൽ എൻ്റെ കുഞ്ഞായിരുന്ന സമയത്ത് 30 ദിവസം വരെ ആലപ്പുഴ ടൗണിൽ ലൂമുമായിട്ട് വന്ന വണ്ടി, ഓട്ടോമാറ്റിക് ലൂമുമായിട്ട് വന്ന വണ്ടി തടഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ ഇറക്കത്തില്ല എന്ന് പണിയാൻ സമ്മതിക്കുക. അതെൻ്റെ ചെറുപ്പത്തിലുള്ള. അതെല്ലാം കഴിഞ്ഞ് ആ ലൂമുകൾ തമിഴ്നാട്ടിൽ കൊണ്ട് ഇറക്കിയാണ് പ്രൊഡക്ഷൻ എടുത്തത്. പിന്നീട് ഗവൺമെൻറ് തന്നെ മെക്കനൈസേഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. സെമി ഓട്ടോലൂം, ഇതല്ല ഇതിൻ്റെ താഴെയുള്ള ലൂമുണ്ട്, സെമി ഓട്ടോലൂം. അതായത് കൈകൊണ്ട് ഓടം എറിയണം, പക്ഷേ അടിയിൽ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണമായിരുന്നു. ആ എറിഞ്ഞു കൊടുക്കുന്ന ലൂം അപ്പോൾ നെയ്ത്ത് ഇതുപോലെ തന്നെ മോട്ടറൈസ്ഡാണ്, താഴെ വരെ ലൂം വരും, പക്ഷേ എറിയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ 2 പേര് അപ്പുറം ഇപ്പുറം നിന്ന് എറിഞ്ഞാൽ, ഒരാൾ ഇവിടെ നിന്ന് എറിഞ്ഞാൽ ഒരാൾ അവിടെ പിടിച്ച് അവിടെ തിരിച്ചെറിഞ്ഞാൽ മാത്രമേ ലൂമിന് ചെയ്യത്തുള്ളൂ. ആ സമയത്ത് ഈ അന്ന് ക്ലച്ചുണ്ട്, ക്ലച്ച് ചവിട്ടുമ്പോൾ ഓരോ ചട്ടങ്ങൾ മാറി മാറി വരികയും. അതിനുശേഷമാണ് ഈ മെക്കനൈസേഷൻ, അതായത് ഫുൾ ഓട്ടോമാറ്റിക്. ഇപ്പം ഇതിൻ്റെയും അടുത്ത വെർഷൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇത് ഇപ്പം ആകുമ്പോൾ ഓടം എറിയണ്ട, ഇതിൻ്റെ ഓടങ്ങൾ തടി കൊണ്ടുണ്ടായിക്കൊണ്ടിരുന്ന ഓടം മാറ്റി ഇപ്പം നമ്മൾ തടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ട് നൈലോണാക്കി. ഇത് നൈലോണാണ്. നൈലോണിൽ മില്ല് ചെയ്തെടുക്കുന്ന ഇപ്പം. ഇതിപ്പോൾ ഈ അടുത്ത കാലത്തെ ഓടമാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്നത്, ഇനിയിപ്പം ഞങ്ങളുടെ പുതിയ യൂണിറ്റിലേക്ക് വരാൻ പോകുന്നത് മെമ്മറി ഉള്ള യൂണിറ്റാണ്. അതായത് എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻറ്റ് വരികയോ പ്രൊഡക്റ്റിന് കംപ്ലൈൻറ്റ് വരികയോ ഓട്ടോമാറ്റിക്കലായിട്ട് നിൽക്കുകയോ, അതോ ഇപ്പം നമ്മൾ ഓയിലിങ് അങ്ങനെ ലൂബ്രിക്കേഷനൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ നേരിട്ട് ചെയ്യാം. അതല്ല ഇനി ഇത് തനിയാണോ ഓടം പോകുന്നത്? ഇത് തനിയാണ് ഓടം പോകുന്നത്. ഇത്
ഈ മെഷീൻ്റെ ഈ സാധനം വന്ന് ഇങ്ങനെ ഇങ്ങനെ അടിക്കുക. പക്ഷെ അടുത്തത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം അല്ലേ? അടുത്ത് തീരുമ്പോഴത്തേക്ക് അടുത്തത് പ്ലേസ് വെച്ച് കൊടുക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും അടിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഈ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ചട്ടം കയറി ഇറങ്ങി വന്ന് ഈ ഡിസൈനിലായിട്ട് വരികയും ചെയ്യും. കാഞ്ചീപുരത്ത് പോയപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ഈ മാനുവലി പ്യുവറായിട്ട് മാനുവലി ചെയ്യുന്നതും അതുപോലെ ഹാഫായിട്ട് അതായത് മാനുവലി പ്ലസ് മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഈ ലൂംസ് കണ്ടിരുന്നില്ലേ? ഏകദേശം അല്ലേ അതിൻ്റെ ഒരു വലിയ വേർഷനാണിത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു സാറിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞു? ഓടം. പക്ഷെ അന്ന് അവിടെ പറഞ്ഞ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ ഓടം എനിക്കൊന്നത് ബോട്ടിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കണോ അല്ലേ അങ്ങനെ പറയുന്നത്? ഓടം. അപ്പോൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓടം. ഷട്ടിൽ. ഓക്കെ. അപ്പോൾ ഈ ഷട്ടിൽ സർവീസ് നടത്തുന്ന ഈ സംഭവത്തിന് ഓടം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ത്രെഡല്ല ഈ കൊയർ യാൺ ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇവിടെ ഒരു പോർഷനുണ്ട്, ഇത് പ്ലേസ് ചെയ്യാനുള്ള ഒരു പോർഷനുണ്ട്. നേരത്തെ ഇത് മാനുവലി ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ അവിടെ കണ്ടതും ഇത് മാനുവലി ഇങ്ങനെ എറിയുന്നതായിട്ട്. അപ്പോൾ സെയിം കാര്യം മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്യും. ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു ആൻഡ് ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് തിരിച്ചും വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് ഇതിൻ്റെ ലൂമിങ് നടക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 120 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററിന് 23 മുതൽ 24 സ്പൂൾ വരെ വേണം. ഈ ഇതിന് പറയുന്നത് സ്പൂള് നടക്കണം. കണ്ണം കുറയുമ്പോൾ എണ്ണ 24 ആവും. വണ്ണം കൂടിയാൽ 23 സ്പൂൾ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ ആകുമ്പോൾ 230 സ്പൂൾ മുതൽ 240 സ്പൂൾ വരെ വേണം. അത് ഇതിന് വണ്ണം അനുസരിച്ചാണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 300 മീറ്റർ വരും ഒരു സ്പൂളെന്ന് പറയുമ്പോൾ. 300 മീറ്ററിനകത്ത് നമുക്ക് 5 മാച്ചിങ് 50 മീറ്ററിന് 5 പാ സുഖമായിട്ട് ഇറങ്ങും. പക്ഷെ ഇത് സ്പൂള് തീരുന്നതനുസരിച്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് നടന്നില്ല. ആ ഒരു ഡിസൈൻ ആവശ്യമുള്ളത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കും. വീതി കൂട്ടണമെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്ന് ഇതിപ്പോൾ വീതി കൂട്ടാൻ പോവുക, അതിന് വേണ്ടിയിട്ടിരിക്കുക. ഇത് 120 ഇവിടെ ആഡ് ചെയ്തു. ഇത് ഞാൻ ഈ സൈഡിലോട്ട് കയറി പോകുമ്പോൾ ഇതിന് 120 എന്നുള്ളത് 150 ആണ്. ഇത് 2 മീറ്റർ വരെ ഇത് ആഡ് ചെയ്ത് വീതി കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും. കളറ് പടം ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുമ്പം തന്നെ കളറ് ഡിഫറൻ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും. സെറ്റ് ചെയ്ത് അതനുസരിച്ച് ഇട്ട് കഴിയുമ്പം അത് മാറി വന്നു. ഈ നൂല് ആണ് ഇതിൻ്റെ അളവ്. ഈ ഒരു മീറ്റർ ഒരു റോൾ എന്ന് പറഞ്ഞാൽ 50 മീറ്റർ സ്റ്റാൻഡേർഡ് റോൾ 50 മീറ്റർ. ഈ 50 മീറ്റർ നമുക്ക്
ആയോ എന്ന് അറിയാനായിട്ട് വേറെ ഒരു പരിപാടിയില്ല. കാരണം ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നൂല് സ്റ്റാർട്ടിങ് നെയ്യാൻ തുടങ്ങുമ്പം സ്റ്റാർട്ടിങ് മുതൽ ഇത് ശരിക്കും ഈ നൂല് 50 മീറ്റർ നീളത്തിൽ ഇറങ്ങുന്നു. ഇത് റോൾ ചെയ്ത് ഈ നൂല് മേളിൽ വരുമ്പം 50 മീറ്റർ അപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്തത്. ഇതിന് 2 കളർ വരുന്നു. 2 കളർ, ഒന്ന് പാവഴയാണ്. പാവഴ എന്ന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ആയിട്ട് ബോവനിൽ കൂടി വരുന്നത്. ആ പാവഴ റെഡ് ആണെങ്കിൽ വെഫ്റ്റ് കുറുക്കിടുന്നത്, അത് വെഫ്റ്റ് വരുന്നത് ഓടത്തിൽ വെച്ച് കൊടുക്കുന്നത് വെഫ്റ്റാണ്. അത് വരുന്നത് ബ്ലാക്ക് ആണെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനായിട്ട്. അതല്ല നമ്മൾ പിന്നെ ഇത് തന്നെ കളറ് ബോവനിൽ തന്നെ സെറ്റ് ചെയ്ത് വേണേലും നമുക്കിതുപോലെ കളർ ചെയ്യാം. ഈ കളർ വരത്തില്ല. ഈ സ്ട്രൈപ്പായിട്ടുള്ള കളറുകളോ അങ്ങനെയുള്ള മിക്സഡ് കളറുകളോ ഒക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്തെടുത്താൽ കോപ്സ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ അവിടെ ചെയ്തില്ലേ ഒരു കുറുക്കഴ എന്ന് പറഞ്ഞ ആ റോ കളറിൽ, അതായത് സാധാരണ കയറിൻ്റെ കളറിൽ തന്നെ നമ്മളൊരു ചേച്ചിയുടെ കൂടെ നിന്ന് ചെയ്തതിൻ്റെ ബ്ലാക്ക് ആണ് അതായത് ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ്. ഇതാണ് ഈ ലൂമിൽ ഓടത്തിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഹൊറിസോണ്ടലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. അപ്പോൾ ഈ ബ്ലാക്ക് ഫുൾ ഹൊറിസോണ്ടലാണ്. അപ്പോൾ സാറ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനെ നമുക്ക് ഫുൾ ബ്ലാക്ക് റെഡ് അങ്ങനെ സ്ട്രൈപ്സ് ആയിട്ടും എടുക്കാം. അത് നേരെ ആ ഫ്രെയിമിൽ തന്നെ ഒരുമിച്ച് റെഡും ബ്ലാക്കും കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ്. ഇവിടെ നമ്മുടെ സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ലൂംസ് ആണ്. ഇത് കുറച്ച് പഴയ ടെക്നോളജിയാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒരു ലൂമാണ്, ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ള ലൂമാണ്. പക്ഷേ ഇത് വരും കാലങ്ങളിൽ ഇതിൻ്റെ യൂസേജ് കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നൊരു ലൂമാണ്. അതിൻ്റെ പ്രോഡക്റ്റിലെ ഓരോ ഡിസൈൻസ് ആണിത്. ഇതിനൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ വേറെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലേമൻ പോയിന്റിലെല്ലാം മാറ്റിംഗ് എന്ന് നമ്മൾ പറയത്തുള്ളൂ. അത് കളർ ചെയ്യാത്ത കളർലെസ് ആയിട്ടുള്ള മാറ്റിംഗ് ആണ്. ഇത് വേറൊരു ഡിസൈനാണ്. ഇതിന്റെ മറ്റേ അതെ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. കുറുക്കഴ. ഇതിന് 3 കളർ മിക്സ്. ഒന്ന് നാച്ചുറൽ, പിന്നെ ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇത് സെമി ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും മാനുവലായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? അതായത് നമുക്ക് ഈ കുറുക്ക് ഇഴകള് സാധാരണ ഓട്ടോമേഷനിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, മെഷീനിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഷട്ടിൽ മൂവ് ചെയ്തോളും. ഇതിൽ ഷട്ടിൽ മൂവ് ചെയ്യുന്നത് മാൻ പവർ യൂസ് ചെയ്തിട്ടാണ്. കൈക്കെടുത്ത് നമ്മൾ സാധാരണ കൈത്തറി യൂണിറ്റുകളിൽ കാണുന്ന കണക്ക് തന്നെ ഇതിനടിയിലൂടെ. അതെ. കാല് ചവിട്ടിയിട്ടാണ് ഇതിന്റെ മറിയുന്നത്. ഓരോ ചട്ടങ്ങൾ എന്ന് പറയും, ഷാഫ്റ്റുകൾ എന്ന് പറയാം. 4 ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ മറിയുന്നത് അങ്ങനെ. അതായത് പാവഴ മറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ചവിട്ടിലും ക്ലച്ച് മറിഞ്ഞാലേ അത് മൂവ് ചെയ്യത്തുള്ളൂ.
ഇതിനു മുമ്പ് കണ്ടത് നമ്മൾ പിന്നെ വിദേശത്ത് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ റൂമുകളാണ്. ഇത് നമ്മൾ തന്നെ ഇവിടെ തന്നെ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിക്കൽ റൂം, ഓട്ടോമാറ്റിക് റൂം. മെക്കാനിക്കലാണിത്, മെക്കാനിക്കലാണ്, ഓട്ടോമാറ്റിക് റൂമാണ്. ഇത് സാധാരണ ഇത്രയും വലിയ ലോഡ് എടുക്കണമെന്നെങ്കിൽ 2 മോട്ടോർ ഉപയോഗിക്കും 2 സൈഡിൽ ഈ ലോഡ് പോകാനായിട്ട്. അതിന് പകരമായിട്ട് ഞങ്ങൾ സിംഗിൾ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ഈ ഒരൊറ്റ മോട്ടറേ ഉള്ളൂ. മറ്റ് സാധാരണ ഓട്ടോമാറ്റിക് റൂമുകളിൽ 2ഓ അതിൽ കൂടുതലോ മോട്ടറുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വിദ്യുച്ഛക്തി നമുക്ക് ഇതിൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി ഹെവി മെഷീനുമാണിത്. നമ്മൾ ക്ലോത്തൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള നൂലുകളിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതിന് അത്ര ഹെവി വേണ്ട. പക്ഷേ ഇത് ഹെവി ആയിട്ടുള്ള റൂമാണ്. ഹാൻഡ്ലൂമുകളിലും കൂടുതലും നമ്മുടെ ശാരീരിക ക്ഷമത കൂടുതൽ ഉപയോഗിക്കേണ്ടതായിരുന്നതുകൊണ്ട് അതിൽ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ഈ ലൂമുകളിൽ ഈസി ആയിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒപ്പം നെയ്യാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇതിൽ വേറെ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. മാനുവലി നമ്മൾ ഈ പറഞ്ഞ ഫില്ലിങ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ അനക്കണ്ട കണ്ടിന്യൂസ് റോളായി. നമ്മൾ ഈ കാർപ്പറ്റ്സ് വീട്ടിലേക്കോ അല്ലെങ്കിൽ അല്ലാണ്ട് കാർപ്പറ്റ്സ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാൻസി കാർപ്പറ്റ്സും അതുപോലെ നമ്മുടെ ഈ കേരളത്തിൻ്റെ തന്നെ ടിപ്പിക്കലായിട്ടുള്ള കോയ കാർപ്പറ്റ്സും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഫാൻസി കാർപ്പറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവരുടെ ഡിസൈനിങ്ങും ആ ഡയമെൻഷൻ സെറ്റിങ്ങും എല്ലാം എന്തായാലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കണം. പിന്നെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഫോർ ഷുവർ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിസൈൻസും അതുപോലെ തന്നെ ഡിമെൻഷൻസും എല്ലാം ഇവർ മാനുവലി ആണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പെർഫെക്ഷൻ ഒരു ഇത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും ഇവരുടെ ഒരു എഫേർട്ടും ആ ഒരു നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, കേരളത്തിൻ്റെതായ ഒരു ഫീലും ഉണ്ടല്ലോ, അത് സംതിങ് വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.